ചൊവ്വാഴ്ച പരിഗണനക്കെടുക്കാനും ശുപാർശ ചെയ്തത് 2022 ശമ്പളം രണ്ടാം നമ്പർ ഓർഡിനൻസ് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. സർ, കാര്യവിവര പട്ടികയിലെ 3.1 പ്രകാരമുള്ള കടലാസുകൾ ഞാൻ മേശപ്പുറത്ത് വയ്ക്കുന്നു. ഓർഡർ റിപ്പോർട്ട് സമർപ്പണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വെക്കാവുന്നതാണ്. സർ, ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ടിൽ താഴെ പറയുന്ന ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു. 2024 ഒക്ടോബർ 9 തീയതി ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും 2024 ഒക്ടോബർ 15 തീയതി ചൊവ്വാഴ്ച പരിഗണനക്കെടുക്കാനും ശുപാർശ ചെയ്തത് 2022 ശമ്പളവും ഭത്തകളും നൽകൽ ഭേദഗതി ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ഉപക്ഷേപത്തെ ഭേദഗതിയോട് പിന്താങ്ങേണ്ടതാണ്. ഉപക്ഷേപം പരിഗണനക്കെടുക്കുന്നു. കാര്യോപദേശക സമിതിയുടെ 14ാമത് റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുടെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനക്കെടുക്കണം എന്ന പ്രമേയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രി 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുടെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനക്കെടുക്കണമെന്ന് അപേക്ഷ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. സംബന്ധിച്ച പ്രവൃത്തികൾ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രമേയം ഞാൻ സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ഇനി 2024 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയക്കണമെന്ന് ഉപക്ഷേപത്തെ പ്രതികൂലിക്കുന്നവർ ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബില്ല് സബ്ജക്ട് കമ്മിറ്റി 14 പരിഗണനയ്ക്ക് അയച്ചിരിക്കുന്നു. ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ 9 മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്.